ഹലോ, വെൽക്കം ബാക്ക് ടു ഓൾ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചത് ആരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകളായി ആരാധന അതെങ്ങനെയായിരുന്നു, എപ്രകാരമാണ് ദൈവം ആ ഒരു ആരാധനയുടെ ആത്മീയ വശത്തെ അല്ലെങ്കിൽ ആത്മീയമായ തലത്തെ ഉയർത്തിയത് എങ്ങനെയാണ്, ഒരു ഭൗതികത്തിൽ നിന്നും ആത്മീയതയിലേക്ക് എങ്ങനെയാണ് ദൈവം ആ പടിപടിയായി അതിൻ്റെ ആ ഒരു മൂല്യത്തെ ഉയർത്തിയത് പഴയ നിയമത്തിൽ എപ്രകാരമായിരുന്നു. നമ്മൾ 3 കാലഘട്ടങ്ങളിലൂടെയാണ് വചനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. പിതാക്കന്മാരുടെ കാലം, ന്യായപ്രമാണ കാലം, പുതിയ നിയമ ഉടമ്പടി. അപ്പോൾ നമ്മൾ പഴയ നിയമകാലത്ത്, പിതാക്കന്മാരുടെ കാലത്തും ന്യായപ്രമാണത്തിൽ എപ്രകാരമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചു. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് പുതിയ നിയമ ഉടമ്പടിയിൽ എപ്രകാരമാണ് നമസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനയുടെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രാധാന്യത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് ഇപ്പോൾ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയിൽ അധികമായി നമസ്കാരത്തെ എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കുക. ആ നമസ്കാരം എപ്രകാരമാണ്, അതിൻ്റെ സമയം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലം അതിന് നിശ്ചയിച്ചിട്ടുണ്ടോ, ദൈവം എങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ ഒരു നമസ്കാര സ്ഥലം അത് മാറുകയാണോ അല്ലെങ്കിൽ അതിൻ്റെ സമയം മാറുകയാണോ? പഴയ നിയമപ്രകാരം നോക്കുമ്പോൾ ആ ഒരു ആരാധന അല്ലെങ്കിൽ നമസ്കാരത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭൗതികത്തിൽ നിന്ന് സ്ഥലവും സമയവും മാറുന്നതാണോ ആരാധന, അല്ലെങ്കിൽ അതിൻ്റെ ഇത് രണ്ടും കൂടി ഇടകലർന്നാണോ ദൈവം അത് പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ എന്താണ് ആരാധന എന്ന് പുതിയ നിയമ ഉടമ്പടിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ശരിക്കും യേശുവിൻ്റെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വചനത്തിലൂടെ നോക്കുമ്പോൾ യേശു പറഞ്ഞത് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നിരിക്കുന്നു, നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അതായത് ദൈവത്തെ അല്ലെങ്കിൽ അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. അപ്പോൾ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ എങ്ങനെയാണ്, എപ്രകാരമാണ് ആത്മാവിലും സത്യത്തിലുമാണ് നമസ്കരിക്കേണ്ടത്. ആ നാഴികയാണ് വരാൻ പോകുന്നത്, അതിപ്പോൾ വന്നുമിരിക്കുന്നു എന്നാണ് ഈശോ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ യോഹന്നാൻ 4:23-24 വാക്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ നാഴിക വന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സമയം അത് ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തെ പൂർണ്ണമായി തുടച്ചു നീട്ടി പുതിയത്, അതായത് പുതിയ സഭയുടെ തുടക്കം അല്ലെങ്കിൽ സഭായുഗത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ എപ്രകാരമാണ് ഒരു പഴയ നിയമത്തെ അല്ലെങ്കിൽ നമ്മൾ ന്യായപ്രമാണം നോക്കുമ്പോൾ അവിടെ യാഗങ്ങൾ അല്ലെങ്കിൽ ആ നമസ്കാരത്തിന്റെ സമയങ്ങൾ അല്ലെങ്കിൽ ഒരു ഭൗതികമായ നിലയിലാണ് ഒരു രാജാവിനെ വണങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ഭൗതിക രാജാവിനാണ് അതിനുള്ള പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ദേവാലയം. അപ്പൊ ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേക ദിവസം പ്രത്യേക സമയം മാത്രമായിരുന്നു അവർക്ക് അങ്ങനെ കൂടി വരുവാനും ആ നമസ്കാരത്തിന് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ നിയമം അല്ലെങ്കിൽ സഭായുഗത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു നമസ്കാരത്തെ ദൈവം ഉയർത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു വിഷയം. അപ്പോൾ ആത്മാവിൽ സത്യത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അവൻ പാപിയാണെന്ന് മനസ്സിലാക്കി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ സ്വയം മാനസാന്തരം വരുമ്പോൾ അവന്റെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ഞാൻ എന്താണ് ക്രിസ്തു എന്നിൽ വസിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ആ ഒരു മാനസാന്തരം അതിന് തക്കവണ്ണം വചനം അത് കേൾക്കുകയും വിശ്വസിക്കുകയും വേണം. കർത്താവായ ക്രിസ്തു ജീവനുള്ള ദൈവപുത്രൻ ഏറ്റു പറഞ്ഞ ആ ഒരു മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി മനം തിരിയുന്നു. അവൻ പഴയ മനുഷ്യനെ അവിടെ ഉരിഞ്ഞു കളയുക, പിന്നീട് അവൻ എന്താണ് പുതിയ മനുഷ്യനായി അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കാൻ, അവൻ ആത്മാവിനെ ലഭിക്കുവാൻ അവൻ സ്നാനമേൽക്കുമ്പോൾ ആ നിമിഷം മുതൽ അവന്റെ മരണം വരെ അവൻ നമസ്കാരത്തിലാണ് അല്ലെങ്കിൽ അവൻ സമർപ്പിതനാണ്. അതായത് പിന്നീട് അവൻ അവന് വേണ്ടിയല്ല ജീവിക്കാൻ. പഴയ മനുഷ്യൻ അവൻ എങ്ങനെയായിരുന്നു, അവൻ പിന്നീട് അങ്ങനെയല്ല, അവനൊരു പുതിയ സൃഷ്ടി, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ നടത്തമാണ് അവനിൽ പിന്നെ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിമിഷം മുതൽ അവൻ എന്ത് ചെയ്യും. ഇപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ശുശ്രൂഷകൾ പലതുണ്ട്. നമ്മളൊരു ഭൗതിക മനുഷ്യനാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഭൗതികമായ പല ആവശ്യങ്ങളുണ്ട്. നമ്മുടെ സ്വയം ശരീരത്തിന് വേണ്ട ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ട ആവശ്യങ്ങൾ, നമ്മുടെ മക്കൾക്ക് വേണ്ട ആവശ്യങ്ങൾ. ഇപ്പോൾ നമുക്ക് പല റോളുകളായിരിക്കും ഒരു മനുഷ്യനായിരിക്കുന്നത്. പക്ഷെ ആ ഒരു ദിവസം ദൈവം തരുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ ദൈവം തരുമ്പോൾ നമ്മൾ എവിടെ ആയിരുന്നാലും എന്ത് പ്രവൃത്തി ചെയ്താലും, നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പുറത്തു പോകുകയാണെങ്കിലും അകത്തിരിക്കുമ്പോഴാണെങ്കിലും ഏത് സമയത്താണ് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ എവിടെയാണ് നമ്മൾ പിന്നീട് ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു സ്നാനത്തിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ. പിന്നെ ആ നിമിഷം മുതൽ നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ
വരുത്തിയിരിക്കുന്നത്. നമുക്ക് ആത്മീയമായ, അതായത് പുതിയ നിയമ ഉടമ്പടി വരുമ്പോൾ ഇതെല്ലാം ആത്മീയമാണ്. ഇവിടെ ഭൗതികമായ ഒരു കാര്യവും ഇല്ല. കാരണം ഇത് സ്വർഗത്തിലേക്കുള്ളത്, അതായത് ദൈവത്തിൽ നിന്നാണ് ഒരു വ്യക്തി ജനിക്കുന്നത്. അവിടെ പിന്നെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. അത് വെറും ജഡത്തിൽ, അല്ലെങ്കിൽ അത് പുഴുവായി പോകുന്ന, അല്ലെങ്കിൽ ഭൂമിയിലുള്ളത് മാത്രമേ ആ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ആ ഒരു നിലവാരത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു നിലവാരത്തിലേക്കാണ് ഒരു ആത്മീയ മനുഷ്യനെത്തിയത്. അവൻ പിന്നെ അവൻ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുമ്പോഴും അവൻ സ്വർഗത്തിലാണ്. അവൻ തൻ്റെ സ്വർഗീയ പിതാവിന്റെ മുൻപിൽ പ്രോസ്കിനോ ചെയ്ത് സമർപ്പിതമാണ്. അവൻ അവിടെ ആരാധനയാണ്, അവന് ശുശ്രൂഷകൾ ചെയ്യാനാണ്. അത് ദൈവം കൽപ്പന പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ 1-ാം ദിവസം സഭയെ കൂടി അപ്പം നുറുക്കുക. അത് അവന്റെ ശുശ്രൂഷയാണ്. അപ്പോഴും അവൻ ആരാധനയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും മറ്റു പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും അവൻ എന്താണ്, അവൻ ആരാധിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ ആത്മാവിലുമാണ്, സത്യത്തിലുമാണ്. അപ്പോൾ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു കൽപ്പന ദൈവം പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആഴ്ചയിൽ 1-ാം ദിവസം. ആ ശുശ്രൂഷകൾ കൂടി വരുമ്പോഴല്ല അവിടെ ആരാധനയും സമർപ്പണവും അല്ലെങ്കിൽ നമസ്കാരവും നടക്കുന്നത്. പുതിയ നിയമ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭായുഗത്തിലേക്ക് കടക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി അവൻ സ്വർഗത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ മകനായി വീണ്ടെടുക്കപ്പെട്ട് അവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീർന്നാൽ ആ നിമിഷം മുതൽ അവൻ ആത്മാവിലുമാണ്, സത്യത്തിലുമാണ്. അവൻ ദൈവത്തിന് മുമ്പിൽ പ്രോസ്കിനോ ചെയ്ത് അവന്റെ ജീവിതം അവിടെ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൽ കീഴിലുള്ള നമസ്കാരം പഴയ നിയമത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആകാശവും ഭൂമിയും, അല്ലെങ്കിൽ രാവും പകലും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെയാണ്. അതിന്റെ സമയമോ അതിന്റെ കാലോ അങ്ങനെയല്ല. അത് ശരിക്കും പറഞ്ഞാൽ പഴയ നിയമം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മുഴുവനും ഭൗതികമാണ്. അത് ഒരിക്കലും ആത്മീയമല്ല, അല്ലെങ്കിൽ പുതിയ നിയമ ഉടമ്പടിയായിട്ട് ഒരു ചേർച്ചയില്ല. അതൊരു നിഴൽ മാത്രമാണ്, വരാൻ പോകുന്നതിന്റെ നിഴല്. പക്ഷെ പുതിയ നിയമം എന്ന് പറയുന്നത് അത് ആത്മീയമാണ്. അത് ഭൗതികമായ ഒരു ഇടപഴകവുമില്ല, പഴയതിനെ അറിയുന്നത് പോലുമില്ല. അവിടെ അവൻ ദൈവമായിട്ട് മാത്രമേ അവിടെ ബന്ധമുള്ളൂ. പഴയ നിയമത്തിൽ മനുഷ്യൻ യാഗങ്ങളും അങ്ങനെയുള്ള കാര്യം അതൊന്നും ശരിക്കും പറഞ്ഞ യഥാർത്ഥമായൊരു മനുഷ്യന്റെ ഒരു മനസ്സിനെ അല്ലെങ്കിൽ ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഒരു തൃപ്തിയോ കൊണ്ടുവരുന്നതല്ല. പക്ഷെ പുതിയ നിയമം എന്ന് പറയുമ്പോൾ അവന് ആത്മീകമായും അവന് ഭൗതികമായിട്ടും അവന്റെ മനസ്സിനും അവൻ ദൈവത്തോടു കൂടെ വസിക്കുന്ന ആ നല്ല ഒരു നിമിഷങ്ങൾ ജീവിതമാണ് അവന് ലഭിക്കുന്നത്. അവൻ എപ്പോഴും ദൈവമായൊരു കോണ്ടാക്റ്റ് ഉണ്ട്. ദൈവമായിട്ട് സംസാരിക്കുവാനും ദൈവമായി ചെലവഴിക്കാനും അവന് വ്യക്തിപരമായി ദൈവമായി ഇടപെടുവാൻ തക്കവണ്ണമുള്ള യോഗ്യതയാണ് അവൻ ലഭിക്കുന്നത്. അത് നമുക്ക് എണ്ണിക്കൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് വർണ്ണിക്കാൻ വാക്കുകളില്ല. ആ ഒരു ഇത് അനുഭവിച്ചാണ് അറിയേണ്ടത്. ഒരുവൻ അത് ക്രിസ്തുവിന്റെ ആ സ്നേഹവും ക്രിസ്തുവിന്റെ ആ വചനത്തിൽ നിന്നുള്ള ആ ഒരു എല്ലാം അവന്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുന്ന ഒന്നിലവൻ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ദൈവം തന്നെ അവന്റെ കൂടെയുണ്ട്. നമ്മളെ വഴി നടത്താൻ, നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മൾ ഉത്സാഹിപ്പിക്കാൻ ദൈവം വചനം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അവനതിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. അവൻ വാക്കുമാറാത്ത വിശ്വസ്തനാണ്. അവിടെ മുതൽ നമ്മളെ വഴി നടത്തുകയാണ്. നമ്മൾ ഇടറി വീഴുമ്പോൾ അവൻ നമ്മളെ തോളിലാണ് ഏറ്റുകൊള്ളുന്നത്. നമ്മൾ പതറിപ്പോകും, നമ്മൾ തളർന്നു പോകും. പക്ഷെ നമ്മൾ എന്താണ്, ആ സമയമൊക്കെ നമ്മുടെ കൂടെ ദൈവമുണ്ട്. അതാണ് ആ പുതിയ നിയമ ഉടമ്പടിയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഭൗതിക മനുഷ്യൻ വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കീഴിലുള്ള നമസ്കാരം അത് ശരിക്കും പറഞ്ഞാൽ അത് മാറ്റപ്പെട്ട് ആത്മീയമായ തലത്തിലേക്ക് ഉയർത്തുകയാണ്. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആത്മാവിലും സത്യത്തിലെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ സത്യനമസ്കാരികൾ അവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ ഇതാ വന്നുമിരിക്കുന്നു പറയുമ്പോൾ ആത്മാവിലും സത്യത്തിലും അതിനാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ആത്മാവിൽ അല്ലെങ്കിൽ സത്യത്തിൽ ഈ രണ്ട് ചോദ്യം ഒരു ക്രിസ്ത്യാനി എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ക്രിസ്ത്യാനി എപ്പോഴാണ് സത്യത്തിലല്ലാതെ ആയിരിക്കുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനെ വീണ്ടെടുത്തത് എന്തിലാണ്? ദൈവത്തിന്റെ വചനത്താലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ടവർ എപ്പോഴും സത്യത്തിലായിരിക്കണം. അതുപോലെ തന്നെ വ്യക്തമാണ്
ഒരു ക്രിസ്ത്യാനി എപ്പോഴാണ് ആത്മാവല്ലാതിരിക്കുന്നത്? അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച അവൻ എപ്പോഴും എന്തായിരിക്കണം? ആത്മാവിലാണ് വസിക്കേണ്ടത്. അപ്പൊ അവൻ ദൈവത്തിന്റെ ആ ഒരു വ്യക്തിത്വം അവനിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു പുതിയ നിയമത്തിൽ കീഴിലുള്ള ഒരു നമസ്കാരം എന്ന് പറയുന്നത് അത് ശരിക്കും അകമേ ഉള്ള ഒന്നാണ്. അത് പുറമേ ഉള്ള ഒന്നല്ല. ഒരു ഭൗതികമായ ചിന്തയില്ല. അവിടെ എല്ലാം അകമേ ഉള്ള കാര്യങ്ങളാണ്. ദൈവം പരിശോധിക്കുന്നതും ഹൃദയത്തെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മോശയുടെ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ ആ ഒരു ന്യായപ്രമാണ കാലഘട്ടം നോക്കുമ്പോൾ എന്താണ്, ജനങ്ങളെല്ലാം ദേവാലയത്തിന് അല്ലെങ്കിൽ ആ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു കൂടി വരാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പുതിയ നിയമത്തിന് കീഴിൽ നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയമാണ് മന്ദിരം. നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമ ഉടമ്പടിയിലേക്ക് നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി അവന്റെ ശരീരമാണ് മന്ദിരം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ശരീരമാകുന്ന മന്ദിരത്തിലാണ് ക്രിസ്തു വന്ന് വസിക്കുന്നത്. അപ്പൊ അകമേ ആത്മാവാണ് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ 1 കൊരിന്ത്യർ 6:19 നമ്മളൊന്ന് വായിച്ച് പരിശോധിക്കുക അതെന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യനമസ്കാരങ്ങൾ ഒരുമിച്ച് എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ആത്മീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആത്മീകമായി, അതായത് ആത്മീകമായിട്ട് നമ്മളും ആത്മീകനാണ്. അപ്പൊ നമ്മളെന്താണ്, നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വീണ് നമസ്കരിക്കണം. കർത്താവ് രാജാതി രാജാവായ ക്രിസ്തുവിനെയാണ് നമ്മൾ വീണ് നമസ്കരിക്കുന്നത്. അത് നമ്മൾ സ്നാനത്തിൽ തുടങ്ങുകയാണ് നമ്മുടെ ജീവിതം. അവിടെ മുതൽ നമ്മൾ എന്താണ്, നമുക്ക് ദൈവം തരുന്ന ആ ലാസ്റ്റ് ശ്വാസം വരെ നമ്മൾ എങ്ങനെയാ, ആത്മാവിലുമാണ് സത്യത്തിലുമാണ് നമ്മൾ എങ്ങനെയായിരിക്കണം, സത്യനമസ്കാരികളായിരിക്കണം. അതായത് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിതരായി, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പ്രാധാന്യമല്ല, എൻ്റെ ജീവിത ലക്ഷ്യങ്ങളല്ല, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ജീവിച്ചതുപോലെ അവൻ ദൈവത്തിന്റെ പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ നേടുക, നമ്മളുടെ ഒരു വ്യക്തിയുടെ അകത്തുള്ള കണ്ണിൽ തുറന്നു കൊടുക്കുക, ആത്മീകമായ ചിന്ത, അവന് ആ കാഴ്ചപ്പാടുകളെ മാറ്റിക്കൊടുക്കുക, അവൻ്റെ ആ ഒരു പഴയ മനുഷ്യ ജീവിതത്തിൽ നിന്ന് മനം തിരിഞ്ഞു കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. ഭൂമിയിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ അവസാന തുള്ളി രക്തം വരെ ചീന്തി നമ്മൾ വീണ്ടെടുത്തതിൻ്റെ ഏറ്റവും പ്രധാനമുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളും മനം തിരിഞ്ഞ് നമ്മളെ ദൈവത്തിലേക്ക് ആ ഒരു ബന്ധം തിരികെ ലഭിക്കുക, കൂട്ടായ്മ ലഭിക്കുക, അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയവരെ തിരിഞ്ഞ് നമ്മൾ രക്ഷിക്കുന്നവരായിരിക്കുക. അപ്പോൾ നമ്മുടെ ഓരോ ജീവിതവും നമ്മൾ ഓരോ നിമിഷവും നമ്മൾ പരിശോധിക്കണം. ഞാൻ എപ്രകാരമാണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞാനൊരു ഭൗതികമായൊരു ജീവിത കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്, എന്നെ വീണ്ടെടുത്തോ, എന്നെ ഇത്രയും സ്വന്തം പുത്രനെ പോലും നമുക്ക് ആ ഒരു അഗാപ്പെ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്. വിട്ടുകൊടുക്കുന്ന ആ ഒരു സ്നേഹം, അവൻ പൂർണ്ണമായി അവനുള്ള ഏറ്റവും വലിയതാണ് അവൻ വിട്ടു തന്നത്. നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി. ഒരു അവൻ പാപമില്ലായിരുന്നു, അവനിൽ ഒരു തിന്മ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളെ രക്ഷിക്കുവാൻ. അപ്പൊ നമ്മൾ എപ്രകാരമാണ്, അപ്പൊ നമ്മൾ ആ ഉടമ്പടിയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിക്കുക, നമ്മൾ തിരുത്തുക. ഇന്ന് നമുക്ക് തിരുത്തുക. ഇന്ന് നിങ്ങൾക്ക് ശ്വാസമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തിരുത്തുക. ഇപ്പോൾ തന്നെ ഇന്നാണ് ആ ദിവസം, ഇന്നാണ് രക്ഷ. നാളെ എന്ന് പറഞ്ഞൊരു ദിവസം നമുക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. അപ്പോൾ അവസാന കല്ല് വെക്കുന്നത് വരെയുള്ളൂ ദൈവത്തിൻ്റെ ആ ഒരു ദീർഘക്ഷമ എന്ന് പറയുന്നത്. ആ നിമിഷം വരെ നമ്മളും ഒരുങ്ങി ജീവിക്കുന്നവരായിരിക്കുക. അപ്പോൾ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഒരു ദൈവത്തെ സേവിക്കൽ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ സേവനം അങ്ങനെയുള്ള മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ഇതോട് ബന്ധം നമുക്ക് ചിന്തിക്കാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്